പക്ഷെ ബ്രഹ്മാണ്ഡ പുരാണം 1-ാമത്തെ ആഴ്ച തൊട്ട് ഗർഭത്തിലുള്ള കുഞ്ഞ് വളരുന്നത് എങ്ങനെയാണ്, അതിൻ്റെ കൈയും കാലും എന്നാണ് ഉണ്ടാവുന്നത്, തലച്ചോറ് എന്നാണ് ഫോം ചെയ്യുന്നത്, ഈ സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വളരെ കൃത്യമായി. അപ്പം നമ്മുടെ ധാരണ നമുക്കുണ്ട്. ഖരാവസ്ഥയിലുണ്ട് നമ്മുടെ ശരീരം, ദ്രാവകാവസ്ഥയിലുണ്ട്, ഊർജ്ജമുണ്ട്. ഇതിൽ വിഭജിക്കാൻ പറ്റാത്തത് ഏതാ, മുറിക്കാൻ പറ്റാത്തത്? സ്ത്രീകളെ പൂജിക്കപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ ഭാരതത്തിനൊരു ഉയർച്ചയുണ്ടാവാൻ പോണില്ല. കുറച്ച് സെൽഫിഷ് ആയാലോ? ഈ വേദിയിൽ വെച്ച് എൻ്റെ ഒരു 2-ാമത്തെ പുസ്തകം, രോഹിത്തിൻ്റെ ആദ്യത്തെ ബുക്ക് ആത്മാക്കൾ പറയാൻ ബാക്കി വെച്ചത്. ഞാൻ അറിയാത്ത എൻ്റെ ശത്രുവിൻ്റെ മുന്നിൽ തോക്കാൻ എനിക്ക് മനസ്സില്ല. കണ്ടിട്ട് ഇതൊരു ഫിലിമിനുള്ള സ്കോപ്പ് ഉണ്ടെന്നുള്ള ഒരു സംശയമില്ല, 100% ഉറപ്പാണ്. നിങ്ങൾക്ക് റെലവൻ്റ് ആയിട്ടില്ല എന്നൊരു ഫീൽ ഉണ്ടെങ്കിൽ എന്നെ വിളിക്കുക, പേയ്മെൻറ്റ് ഞാൻ റീഫണ്ട് ചെയ്യും. സ്ത്രീകളെ പൂജിക്കപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ ഭാരതത്തിനൊരു ഉയർച്ചയുണ്ടാവാൻ പോണില്ല. ഇതിനകത്ത് കുട്ടികൾക്കാണ് പ്രാധാന്യം. ഈ വീഡിയോ സ്പെഷ്യലി ഇംഗ്ലീഷിലാണ് ഡബ് ചെയ്തേക്കണതൊക്കെ, പക്ഷേ മലയാളത്തിലേക്ക് അതിൻ്റെ തർജിമ വെർഷനാണ് ഇപ്പം നിങ്ങളെ കാണിച്ചത്. അതുകൊണ്ടാണ് ലിപ്പൊന്നും മാച്ച് ചെയ്യാത്തത്. ഇഷ്ടപ്പെട്ട് കാണുന്നു വിശ്വസിക്കുന്നു. നിങ്ങൾ തുടർന്നും ഈ സഹകരണം മുന്നോട്ടുണ്ടാവണം. 9:30 വന്നിട്ട് പിന്നെ ഗുരുജി 12:30 പുതിയൊരു ഫയൽ അയച്ചു. അതാണോ പ്ലേ ചെയ്തതെന്ന് എനിക്കറിയില്ല. 12:30 11:30 അതാണെന്ന് തോന്നുന്നു. എന്തായാലും മനോഹരമായിരിക്കുന്നു. ഇത് കുറച്ചുകൂടി മെച്ചപ്പെട്ട രീതിയിലേക്ക് ഗുരുജിയും ഗുരുജിയുടെ ടെക്നിക്കൽ ടീമും ചെയ്തു തരും. അത് അബാക് മീഡിയയിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തും എന്ന് സന്തോഷത്തോടെ അറിയിക്കുകയാണ്. ഈ നിമിഷം ഞാനൊരു കുറച്ച് സെൽഫിഷ് ആയാലോ? ഈ വേദിയിൽ വെച്ച് എൻ്റെ ഒരു 2-ാമത്തെ പുസ്തകം പ്രേക്ഷകരിലേക്ക് എത്തിക്കണം എന്ന് വിചാരിച്ചതാണ്. പക്ഷേ ചില സാങ്കേതിക കാരണങ്ങളാൽ നമ്മൾ എപ്പോഴും നമ്മുടെ കാര്യം മാറ്റിവെച്ച് ഗുരുക്കന്മാരുടെയും മറ്റുള്ളവരുടെയും കാര്യത്തിന് ഓടുന്നത് കൊണ്ട് ഈ പുസ്തകവും മറ്റൊരു സർപ്രൈസ് പുസ്തകവും കൂടി വരാനുണ്ട്. അതുകൂടിയുള്ള ധൃതിയിൽ ഞാനും പ്രശാന്തും തീരുമാനിച്ചു എൻ്റെ പുസ്തകം 10 ദിവസം കഴിഞ്ഞിട്ടേ ഇറക്കുന്നുള്ളൂ എന്ന്. ഞങ്ങളൊരു അബാക് മീഡിയ, നിങ്ങളെ ആരും ബോറടിപ്പിക്കല്ല, ഗുരുക്കന്മാരുടെ പ്രോഗ്രാമിലേക്ക് കടക്കാം കേട്ടോ. അബാക് മീഡിയ 14 ജില്ലകളിലും സാന്നിധ്യം ഉറപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ഒരു മിഷൻ 14 എന്ന് പറഞ്ഞൊരു പദ്ധതി നമ്മൾ ആവിഷ്കരിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായി ആദ്യം എൻ്റെ സ്വന്തം നാടായ കൊല്ലം ജില്ലയിലെ ഗണപതിയുടെ മണ്ണിൽ കൊട്ടാരക്കരയിൽ അബാക് മീഡിയയുടെ വിശാലമായ ഒരു സ്റ്റുഡിയോ ഫ്ലോർ ഈ മാസം തന്നെ ഏകദേശം ജോലികളൊക്കെ അവസാനിച്ചിരിക്കുന്നു. അതിൽ വലിയ ഉദ്ഘാടനമൊന്നുമല്ല എങ്കിൽ പോലും എത്താൻ പറ്റുന്നവരൊക്കെ എത്തുക. ഞാൻ ഗ്രൂപ്പിൽ ഡേറ്റ് അറിയിക്കാം. ഒരു ഓഫീസ് സ്റ്റുഡിയോ അവിടെ വരുന്നുണ്ട്. അബാക് മീഡിയ നമ്മൾ തുടങ്ങിയത് 3-4 പേരായിരുന്നുവെങ്കിൽ ഇന്ന് 30 പേരുള്ള ഒരു വലിയ സംവിധാനമായി എന്ന് തന്നെ പറയാൻ പറ്റുന്ന സാഹചര്യത്തിലേക്ക് 5 ചാനലുകൾ, അത് നേഷൻ ഫസ്റ്റ് ആകട്ടെ, പോപ്പിൻസ് ആകട്ടെ, അബാക് ഡിബേറ്റ് ആകട്ടെ, അബാക് ജ്യോതിഷം ആകട്ടെ, അബാക് ആകട്ടെ, അതുപോലെ തന്നെ അബാക് പബ്ലിക്കേഷൻസ്, അബാക് പ്രൊഡക്ഷൻസ് എന്ന പേരിൽ സോഷ്യൽ മീഡിയ കണ്ടൻറ്റുകൾ ചെയ്യുന്ന ഒരു ചെറിയ പരസ്യ കമ്പനി എന്ന് വേണമെങ്കിൽ പറയാവുന്ന തരത്തിലേക്കൊക്കെ വളർത്തിയത് നിങ്ങളാണ്, പ്രേക്ഷകരാണ്, ഗുരുക്കന്മാരുടെ അനുഗ്രഹമാണ്, മാതാപിതാക്കളുടെ സഹധർമ്മിണിയുടെയൊക്കെ സപ്പോർട്ടാണ്. അപ്പോൾ എൻ്റെ 2-ാമത്തെ പുസ്തകം, അതിൻ്റെ പേര് 2 നിയമവിദഗ്ധർ അല്ലെങ്കിൽ ബഹുമാനരായ കോടതിയിലെ ജഡ്ജിമാർ, ഒരാൾ റിട്ടയർഡും ഒരാൾ ഇപ്പോഴും തുടരുകയും ചെയ്യുന്നവരുടെ മുന്നിൽ വെച്ച് അതിൻ്റെ പേര് കഴിഞ്ഞ തവണ നമ്മൾ സ്പിരിച്വൽ അവേഴ്സിൻ്റെ വേദിയിൽ വെച്ച് തന്നെ ആണ് എൻ്റെ കവർ പേജ് പ്രകാശനം നടത്തിയത്. പോക്സോ എന്നാണ് അതിൻ്റെ പേര്. അത് പോക്സോ പ്രതികൾക്ക് വേണ്ടിയുള്ളതല്ല, ഇരകൾക്ക് വേണ്ടിയുള്ളതല്ല, പ്രതികൾക്ക് വേണ്ടിയുള്ളതാണ്. നിരപരാധികളായ ചില ആളുകൾ ശിക്ഷിക്കപ്പെടുകയാണ്. എൻ്റെ മാധ്യമപ്രവർത്തന ജീവിതത്തിൽ ഞാൻ വാർത്താ സംബന്ധിയായ വാർത്തകൾ ചെയ്യുന്ന സമയത്ത് എൻ്റെ കൺമുന്നിലേക്ക് വന്ന ചില കഥാപാത്രങ്ങൾ, ചില അനുഭവങ്ങൾ അതൊരു സിനിമാറ്റിക് നോവലാക്കി പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നു. നിങ്ങളുടെ സപ്പോർട്ട് എൻ്റെ ആത്മാക്കൾ പറയാൻ ബാക്കി വെച്ചതിനെ തന്നതുപോലെ തന്നെ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് വിചാരിക്കുകയാണ്. കറക്റ്റ് സമയത്ത് ഇവിടെ എത്തിച്ചേർന്ന എൻ്റെ പ്രിയപ്പെട്ട ജ്യേഷ്ഠ സഹോദരൻ, സിനിമാ നടനും സംവിധായകനുമായ ശ്രീജിത്ത് ബാബു, ഞങ്ങളുടെ കമ്പനിയുടെ അബാക് മീഡിയയുടെ വാർത്താ സംബന്ധിയായ ചാനലൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് എപ്പോഴും ഒരു ലീഗൽ ടീമിൻ്റെ സപ്പോർട്ട് ആവശ്യമാണ്. ഹൈക്കോടതി അഭിഭാഷകനായ റോയൽ വിഷൻ ലീഗൽ കൺസൾട്ടൻസിയുടെ സാരഥി, പ്രിയപ്പെട്ട സഹോദരൻ അനിയൻ അഡ്വക്കേറ്റ് വിഷ്ണു വിജയൻ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. അപ്പോൾ പുസ്തകമില്ല തരാൻ, പകരം ഗുരുജി AV അയച്ചപ്പോൾ
അവാക് പ്രൊഡക്ഷൻസിൻ്റെ AI വിഭാഗം കൈകാര്യം ചെയ്യുന്ന നീരജിനൊരു ആഗ്രഹം, ചേട്ടാ അങ്ങനെയാണെങ്കിൽ നമുക്കും വെക്കണ്ടേ ഒരു AI വീഡിയോ എന്ന്. അപ്പോൾ പോക്സോയുടെ പ്രീ ബുക്കിംഗ് ലോഞ്ചാണ്. അതിനു മുമ്പ് ഈ പ്രോഗ്രാമിനെ കുറിച്ച് 2 വാക്ക് സംസാരിക്കാൻ ശ്രീജിത്ത് ബാബു, പ്രിയപ്പെട്ട ജ്യേഷ്ഠൻ, സ്വാഗതം ചെയ്യുന്നു. പുതിയ സിനിമ എന്നാ? എല്ലാവർക്കും നമസ്കാരം. കുറച്ച് ലേറ്റായി പോയി, ക്ഷമിക്കണം. കൊട്ടാരക്കരയിൽ നിന്നാണ് വരുന്നത്. രോഹിത്തിൻ്റെ ആദ്യത്തെ ബുക്ക് ആത്മാക്കൾ പറയാൻ ബാക്കി വെച്ചത്, അതിൻ്റെ പ്രകാശനം എനിക്ക് ചെയ്യാൻ പറ്റി. എനിക്കങ്ങനെ ഭാഗ്യമുണ്ടായി. അടുത്ത രണ്ടാമത്തേനും വീണ്ടും അങ്ങനൊരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. അതിന് പ്രത്യേകം നന്ദി. പ്രീ ബുക്കിംഗ് ലോഞ്ച്. ഓക്കെ, താങ്ക് യു വെരി മച്ച്. അഡ്വക്കേറ്റ് വിഷ്ണു വിജയൻ. പോക്സോയാണ് വിഷയം. പ്രിയപ്പെട്ട രോഹിത്ത് എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. സ്വാഭാവികമായിട്ടും ഒരു മാധ്യമ പ്രവർത്തകൻ ഉപരിയായിട്ട് സമൂഹത്തിൽ സ്പർശനീയമായിട്ടുള്ള എല്ലാ വിഷയങ്ങളിലും കൃത്യമായിട്ടുള്ള, അത് രാഷ്ട്രീയമായാലും അല്ലെങ്കിൽ നിയമപരമായിട്ടുള്ള കാര്യങ്ങളിലായാലും അതല്ലെങ്കിൽ പൊതുസമൂഹത്തെ ബാധിക്കുന്ന അല്ലെങ്കിൽ പൊതുസമൂഹത്തെ അഫക്റ്റ് ചെയ്യുന്ന എല്ലാ വിഷയങ്ങളിലും തൻ്റേതായ അഭിപ്രായങ്ങൾ വ്യക്തതയോടുകൂടി രേഖപ്പെടുത്തുന്നതിൽ എക്കാലത്തും ശ്രദ്ധിക്കുന്നത് രോഹിത്ത് വളരെ ശ്രദ്ധിക്കുന്ന ഒരു മാധ്യമ പ്രവർത്തകനാണ്. സ്വാഭാവികമായിട്ടും നമ്മുടെ സമൂഹത്തിൽ, അതായത് പോക്സോ എന്ന് പറയുന്ന ഈ പുസ്തകത്തിൻ്റെ ഈ ഒരു ലോഞ്ചിങ് ഇവിടെ നടക്കുമ്പോൾ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന, അതായത് ഇത്തരം കാര്യങ്ങളെക്കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള അവലോകനങ്ങൾ, അതായത് ഒരു മാധ്യമ പ്രവർത്തകൻ്റെ മുന്നിലേക്ക് സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള ഇരയാക്കപ്പെട്ടവരും അതോടൊപ്പം തന്നെ പ്രതിയാക്കപ്പെട്ടവരും ആരോപണ വിധേയതനായി നിൽക്കുന്ന ആളുകളുമൊക്കെ തന്നെ അവരുടെ ആത്മകഥകൾ പലപ്പോഴും ഏറ്റവും കൂടുതൽ ഒരു മാധ്യമ പ്രവർത്തകരുടെ അടുത്തേക്കാണ് പലപ്പോഴും എത്തുന്നത്. അപ്പോൾ അങ്ങനെയുള്ള അനുഭവങ്ങളിൽ നിന്നും ഒരു വാർത്തെടുത്തിട്ടുള്ള ഒരു പുസ്തകമാണ് എന്നാണ് ഞാൻ കരുതുന്നത്. ഏതായാലും രോഹിത്തിൻ്റെ ഈ രണ്ടാമത്തെ പുസ്തകത്തിന് എല്ലാവിധത്തിലുള്ള ആശംസകളും നേരുകയാണ്. ഈ പുസ്തകത്തിന് അവതാരിക എഴുതുന്നത് അലക്സാണ്ടർ ജേക്കബ് IPS സാറാണ്. അദ്ദേഹം ഏതാനും നിമിഷങ്ങൾക്കകം ഇവിടേക്ക് എത്തും. അദ്ദേഹം വരുന്നതിന് മുമ്പ് നമ്മൾ പ്രീ ബുക്കിംഗ് ലോഞ്ച് നടത്തുന്നത് അദ്ദേഹത്തിൻ്റെ സമ്മതത്തോടു കൂടിയാണ്. അപ്പോൾ പ്രീ ബുക്കിംഗ് ലോഞ്ചിലേക്ക് പോകാം. AV പ്ലേ ചെയ്തോ, കുഴപ്പമില്ല, ലൈറ്റ് കിടന്നോട്ടെ. സെക്ഷൻ 376/2013 ദ പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസ് ആക്ട് 2012. ഒന്നാം പ്രതി S. ശിവദാസൻ. ഹാജരുണ്ടോ? കേരളത്തിലെ ആദ്യത്തെ പോക്സോ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. പ്രതി കണ്ണൂർ ഇരിക്കൂർ സ്വദേശി S. ശിവദാസൻ. ശരിക്കും ഞാൻ തോറ്റുപോയല്ലേ? ഞാൻ അറിയാത്ത എന്റെ ശത്രുവിന്റെ മുന്നിൽ തോക്കാൻ എനിക്ക് മനസ്സില്ല. ഈ ടൈറ്റിലും മ്യൂസിക്കും അപ്പിയറൻസും കണ്ടിട്ട് ഇതൊരു ഫിലിമിനുള്ള സ്കോപ്പ് ഉണ്ടെന്നുള്ള ഒരു സംശയമില്ല, 100% ഉറപ്പാണ്. ഇത് അടുത്ത് നിന്ന് കേൾക്കുന്ന സംവിധായകൻ പരിഗണിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ സംവിധായകൻ കൈ അടിച്ചില്ലെങ്കിലും ഇല്ലെങ്കിലും ഒരു പ്രേക്ഷകൻ എന്ന രീതിയിൽ ഞാൻ പറയാണ്, കുറേ കാലം ഈ പണി തന്നെയല്ലേ ചെയ്തുകൊണ്ടിരുന്നത്. എന്തായാലും ഈ വരുന്ന ആഴ്ച തന്നെ ബുക്ക് പബ്ലിഷിങ്ങിൻ്റെ അറ്റത്താണ്. ഈ വരുന്ന ആഴ്ച തന്നെ പുസ്തകം മാർക്കറ്റിലേക്ക് എത്തും. ആ ബാക്കിലൂടെ തന്നെ പ്രേക്ഷകർക്ക് വാങ്ങാം. എല്ലാവരുടെയും സപ്പോർട്ട് ഈ വിഷയത്തിൽ ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഉണ്ടാകില്ലേ? ഉണ്ടാകും. ഇനി അടുത്തത് ഒരു ഒന്നും കൂടി ഞാൻ സെൽഫിഷ് ആയിക്കോട്ടെ. 2 അതിഥികൾ കൂടി എത്താനുണ്ട്. ഒന്ന് ഹൈക്കോടതി ജസ്റ്റിസ് VJ അരുൺ സാർ, അലക്സാണ്ടർ ജേക്കബ് IPS. അതുകൊണ്ടാണ് കോൺക്ലേവ് ഞാൻ ഇങ്ങനെ ഈ പരിപാടികളെല്ലാം നേരത്തെ തീർത്ത് പിന്നീട് നിങ്ങൾ എന്തിനാണോ വന്നത് ആ പരിപാടിയിലേക്ക് പോകാം എന്ന് കരുതുന്നത്. അപ്പോൾ അടുത്തതൊരു കവർ പേജ് പ്രകാശനമാണ്. അതും എൻ്റെ തന്നെ അടുത്ത പുസ്തകം. ഇത് എഴുതി കഴിഞ്ഞ സ്ഥിതിക്ക് ഒരു പുസ്തകം കൂടി ആകാം എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് അടുത്ത് വരാമോ? എൻ്റെ ആ ബാക്കിൻ്റെ സഹോദരങ്ങളെല്ലാവരെയും ഇവിടെ ഉണ്ട് എന്ന് വിചാരിച്ചോട്ടെ. സഹോദരങ്ങളെല്ലാവരും, പ്രേക്ഷകരും ജീവനക്കാരില്ല, എനിക്ക് സഹോദരങ്ങൾ മാത്രമേ ഉള്ളൂ. പ്രദീപേട്ടനും വിഷ്ണുവും താഴേക്ക് പോയി അതിഥിയെ ക്ഷണിക്കാൻ. അപ്പോൾ ശ്രീതേട്ട, സാർ എല്ലാവർക്കും വേണ്ടി
ഈ ശ്രീജിത്തേട്ടനെ കൊണ്ട് എല്ലാ ബുക്കും ഇങ്ങനെ ചെയ്യിക്കുന്നത് എന്തിനാണെന്നറിയാമോ? ഇതിൽ ഏതെങ്കിലും ഒന്ന് വായിച്ചിട്ടൊന്ന് സിനിമയാക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാ. കവർ പേജ് പുറത്തെടുക്കുന്നതിന് മുമ്പിട്ട് ഈ പുറകിൽ ഇമേജ് ഇട്ടു. ഒന്ന് കൈയടിക്കോ? പൊന്നമ്മ. അപ്പോൾ പൊന്നമ്മയ്ക്ക് ഒരു കൊച്ചു AV ഉണ്ട്. ആ AV കൂടി പ്ലേ ചെയ്യുക. ലൈറ്റ് ഓഫ് ചെയ്യണ്ട, എന്നിട്ട് അതിനെ പറ്റി പറയാം. ആ, താങ്ക് യു. അരുണേ. പൊന്നമ്മ ഈ ലോകം മുഴുവൻ കാക്കുന്ന ദൈവത്തെ സ്നേഹത്തോടെ വിളിക്കുന്ന പേരാണ് മോളെ. എത്രയും ബഹുമാനായ ഹൈക്കോടതി ജസ്റ്റിസ് VJ അരുൺ സാർ ഇവിടെ എത്തിയിട്ടുണ്ട്. ഈ പുസ്തകത്തെ പറ്റി ഒന്ന് പറഞ്ഞോട്ടെ. പൊന്നമ്മ എന്ന് പറയുന്നത് ശ്രീധരനും കൂടി അടുത്ത് നിന്നാൽ പറയാൻ സന്തോഷമാണ്. കാരണം ഞങ്ങളുടെയൊക്കെ, ഞാനും ശ്രീധരനും വിഷ്ണുവൊക്കെ ഓക്കെ, ഞങ്ങളൊക്കെ ജനിച്ചു വളർന്ന പ്രിയങ്കരനായ ശ്രീകണ്ഠൻ നായർ സാറൊക്കെ ചെറുപ്പം മുതൽ പ്രാർത്ഥിച്ചു പോരുന്ന ഞങ്ങളുടെ നാട് കാക്കുന്ന ദൈവമുണ്ട്. ശ്രീ ഭദ്രകാളി തിരുമുടി എഴുന്നള്ളത്ത് നടക്കുന്ന മേലില ശ്രീധർമ്മശാസ്താ ക്ഷേത്രം. അവിടുത്തെ വിശ്വാസങ്ങളും കുറച്ച് ഫാൻറ്റസികളും കുറച്ച് നടന്ന കഥകളും ഒക്കെ ചേർത്തുള്ള ഒരു നോവൽ സംരംഭമാണ് എഴുതി തുടങ്ങിയിട്ടുണ്ട്. ഈ സമയം ഓർക്കേണ്ട 2 പേര് കൂടിയുണ്ട്. ഈ AV നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കിയ നീരജ് നാരായണൻ, അബാക് ക്രിയേഷൻസിൻ്റെ എഡിറ്റിംഗ് വിഭാഗത്തിലുള്ള നീരജ് നാരായണൻ. ഒപ്പം തന്നെ തസ്മൈ ഗുരുജിയുടെ പുസ്തകങ്ങളുടെയും ഇനി നമ്മൾ നിങ്ങൾക്കായി സമർപ്പിക്കാൻ പോകുന്ന പുസ്തകത്തിൻ്റെയും ഒക്കെ കവർ പേജ് ഡിസൈൻ ചെയ്ത ഗ്ലെൻ, അതുപോലെ ഇതിന് നേതൃത്വം കൊടുക്കുന്ന പ്രശാന്ത്. ചേട്ടാ, പൊന്നമ്മ ശ്രീധരൻ ഒരു വർക്കിലായിരുന്നു, ഞാൻ വിളിച്ചു വരുത്തിയത്. കാരണം ഈ പുസ്തകത്തിൻ്റെ കവർ പ്രകാശനത്തിന് വേണ്ടി അതിന് ഏറ്റവും അർഹൻ അദ്ദേഹം തന്നെയാണ്. ഞാൻ പേര് വിളിച്ചു പറഞ്ഞു ആദ്യമായിട്ട്, ചേട്ടാ എൻ്റെ പുസ്തകത്തിൻ്റെ പേര് പൊന്നമ്മ, എന്നാൽ ഞാൻ വന്ന് കവർ പ്രകാശനം ചെയ്യും, കാരണം പൊന്നമ്മ എൻ്റെയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. 2 വാക്ക്. പൊന്നമ്മ എൻ്റെ കുട്ടിക്കാലം മുതൽ എല്ലാ ഞായറാഴ്ചയും കൃത്യമായിട്ട് രാവിലെ ഞാൻ അമ്പലത്തിലുണ്ടാവും. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഭയങ്കര വിശ്വാസിയാണ്. കാരണം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഈ നിമിഷം വരെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് നടന്നിട്ടുണ്ട്. പിന്നെ എൻ്റെ സിനിമ റിലീസാവുന്നത് 14-ാം തീയതി, ഫെബ്രുവരി 14-ാം തീയതി. അപ്പം ഉത്സവമാണ്. അപ്പോൾ വിളക്കെടുക്കുന്നൊരു പരിപാടിയുണ്ട് ഇതിൻ്റെ കൂടെ, ഈ എഴുന്നള്ളത്തിൻ്റെ കൂടെ. മിക്കവാറും വർഷങ്ങൾ ഞാൻ എടുക്കും. ഇനി എത്ര തിരക്കിലാണെങ്കിലും രാവിലെ ഞാൻ അവിടെ എത്തിയിരിക്കും. രാവിലെ 2 മണിക്ക് ആണ് ഈ വിളക്കെടുക്കുന്ന ചടങ്ങ്. അപ്പോൾ ഈ പുസ്തകത്തിൻ്റെ പേര് പറഞ്ഞപ്പം ഞാൻ ഞെട്ടിപ്പോയി. പൊന്നമ്മ എഴുതാൻ പോവാണോ? കാരണം എനിക്ക് ഭയങ്കര സന്തോഷമായി. എനിക്കത് ഭയങ്കര ക്യൂരിയോസിറ്റി ഉണ്ട്. കാരണം എനിക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാം. അപ്പോൾ അത് എഴുതി വരുമ്പം അതിന് എല്ലാവിധ ആശംസകളും നേരുന്നു രോഹിത്തിന്. എന്തായാലും പൊന്നമ്മയുടെ അനുഗ്രഹം കൂടെ ഉണ്ട്. താങ്ക് യു. എനിക്കൊന്ന് മെനഞ്ഞാന്ന് രാത്രി ഓഫീസിൽ നിന്ന് ഇറങ്ങാൻ നിൽക്കുമ്പോഴാണ്, പ്രശാന്താണോ കെവിനാണോ എന്ന് ഓർക്കുന്നില്ല, ആരോ ഒരാൾ വന്ന് ചോദിച്ചു, ചേട്ടാ അടുത്ത പുസ്തകം എഴുതുന്നില്ലേ? എഴുതുന്നുണ്ടാ, എന്താ പേര്? പെട്ടെന്ന് നാക്കിൻ്റെ അറ്റത്ത് വന്ന പേരാണ് പൊന്നമ്മ എന്നുള്ളത്. എന്തായാലും സന്തോഷത്തോടെ അടുത്ത ഒരു സന്തോഷകരമായ നിമിഷത്തിലേക്ക് കടക്കുകയാണ്. പ്രിയപ്പെട്ട ജ്യേഷ്ഠ സഹോദരൻ, അബാക് മീഡിയയുടെ എപ്പോഴും ഞങ്ങൾക്ക് എല്ലാ എന്താ പറയുക സ്നേഹവും ഉപദേശങ്ങളും ഒക്കെ തന്ന് ഞങ്ങളുടെ കൂടെ കൂടിയിട്ടുള്ള ഞങ്ങളുടെ പ്രിയങ്കരനായ പ്രദീപ് ശിവോഹം, അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പുസ്തകം പ്രകൃതി സ്ത്രീ പുരുഷ കാമനയും എന്ന പുസ്തകം അബാക് പബ്ലിക്കേഷൻസിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തുകയാണ്. അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഒപ്പം ഏറ്റവും ബഹുമാനായ ഹൈക്കോടതി ജസ്റ്റിസ് VJ അരുൺ സാർ, അദ്ദേഹമാണ് ഈ പുസ്തകം നിങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുന്നത്. അദ്ദേഹത്തെ കൂടി വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. എല്ലാവരും ഒന്ന് ഇങ്ങോട്ട് സെൻറ്ററിലേക്ക് വരൂ. ഫാമിലി, ഇതാണ് പ്രദീപേട്ടൻ്റെ കുടുംബം. പ്രദീപേട്ടൻ്റെ കുടുംബത്തിന് നമുക്കൊരു കൈയ്യടി കൊടുത്തൂടെ? നമസ്തേ. നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹത്തോടു കൂടി
ഈ ബുക്ക് എഴുതാൻ എടുത്തൊരു സമയം വളരെ വിലപ്പെട്ടതാണ്. തസ്മൈ ഗുരുജിയുടെ വാക്കുകൾ ഞാൻ വീണ്ടും കടമെടുക്കുകയാണ്. സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടി മാത്രമാണ് ഈ ഒരു ബുക്കിൻ്റെ സമർപ്പണം. പൂർണ്ണമായിട്ടും തസ്മൈ ഗുരുജിയെ പോലെ ഒരുപാട് അവധൂതന്മാർ ഇവിടെയുള്ള സ്ഥലങ്ങളിൽ ഓരോ ലീഗൽ വിഭാഗങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നതിനോടൊപ്പം തന്നെ സീറോ ക്രൈം എന്നുള്ള കോൺസെപ്റ്റിലേക്ക് നമ്മൾ എവിടെ ട്രാവൽ ചെയ്യുമ്പോഴും ആദ്യം ഏത് രാജ്യത്ത് പോകുമ്പോഴും സീറോ ക്രൈം ആണോ നോക്കാറുണ്ട്. അപ്പോൾ ഒരു അമ്മയ്ക്കും ഒരു കുട്ടിക്കും അല്ലെങ്കിൽ സ്ത്രീകൾക്ക് പൂർണ്ണ സുരക്ഷിതത്വം ഉണ്ടാകുക എന്നുള്ളൊരു കോൺസെപ്റ്റോട് കൂടിയാണ് ഈ ബുക്കിൻ്റെ ഒരു എഴുത്തിനിരുന്നത്. ഏകദേശം 1.5 വർഷം കൊണ്ട് പ്രിയപ്പെട്ട സഹോദരൻ രോഹിത്തിൻ്റെ സപ്പോർട്ടോടുകൂടി അബാക് മീഡിയയുടെ നമ്മുടെ അബാക് പബ്ലിക്കേഷൻ്റെ സപ്പോർട്ടോടുകൂടിയും പ്രശാന്തിൻ്റെ സപ്പോർട്ടോടുകൂടിയാണ് ഇതിലേക്ക് എത്തിയത്. ഇത് ഒരു കാരണവശാലും ഒരു മോണിറ്ററി ബെനിഫിറ്റ്സ് പ്രതീക്ഷിച്ചുകൊണ്ടല്ല, വളരെ കുറച്ച് എഡിഷൻസ് മാത്രമേ എഴുതുകയുള്ളൂ. അത് ലോസ് ഓഫ് സ്പിരിറ്റ് വേൾഡ് 1981 പബ്ലിഷ് ചെയ്ത ആ ഒരു ആത്മാക്കളുടെ രീതിയിൽ ആ ബുക്കിലേക്ക് വന്നപ്പോൾ ഇതൊരു ഡിവൈൻ എനർജി കൂടെയാണ് ഈ ബുക്ക് ഇറക്കുന്നത്. ഇത് എത്തും എന്ന് വിശ്വാസമുള്ളവരിലേക്ക് മാത്രമേ ബുക്ക് എത്തുകയുള്ളൂ. ഈ ബുക്ക് ആദ്യം എത്രയാണോ പബ്ലിഷ് ചെയ്തേക്കുന്നത് പിന്നെ വീണ്ടും പ്രിൻ്റ് ചെയ്യേണ്ട എന്നാണ് ഞാൻ റോഹിതിനോട് പറഞ്ഞിട്ടുള്ളത്. വളരെ ലിമിറ്റഡ് കോപ്പീസ് മാത്രം. ആരെങ്കിലും ഈ ബുക്ക് പേയ്മെൻറ്റ് കൊടുത്ത് മേടിച്ചിട്ട് നിങ്ങൾക്ക് റെലവൻ്റ് ആയിട്ടില്ല എന്നൊരു ഫീൽ ഉണ്ടെങ്കിൽ എന്നെ വിളിക്കുക, പേയ്മെൻറ്റ് ഞാൻ റീഫണ്ട് ചെയ്യും. താങ്ക് യു. എല്ലാവരുടെയും പ്രതീക്ഷയോടുകൂടി അനുഗ്രഹത്തോടുകൂടി കൊടുക്കുന്നു. രണ്ട് വാക്ക് അരുൺ സാർ സംസാരിക്കും. നമസ്കാരം. 30 വർഷങ്ങൾക്ക് മുമ്പ് തേക്കടിയിൽ മുല്ലക്കൊടി കാണാനുള്ളൊരു ആവേശത്തോടു കൂടി എത്തിയപ്പോഴാണ് പ്രദീപ് കുമാർ എന്ന യുവ IFS ഉദ്യോഗസ്ഥനെ ഞാൻ ആദ്യമായി പരിചയപ്പെടുന്നത്. അന്ന് കാടിനെക്കുറിച്ച്, കാട്ടിലെ ജീവജാലങ്ങളെക്കുറിച്ച്, കാടിൻ്റെ സന്തുലിതാവസ്ഥ നിലനിർത്തേണ്ട ആവശ്യകതയെക്കുറിച്ച് ദീർഘനേരം ഞങ്ങൾ സംവദിച്ചു. ആ സംഭാഷണത്തിൽ നിന്നും ഉരുത്തിരിഞ്ഞ അറിവ് പിന്നീട് പലപ്പോഴും എൻ്റെ ജോലിയിൽ എന്നെ സഹായിച്ചിട്ടുണ്ട്. വർഷങ്ങൾക്ക് ശേഷം കേരള ഹൈക്കോടതിയും വേൾഡ് വൈൽഡ് ലൈഫ് ഫണ്ടും ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് ഡിപ്പാർട്ട്മെൻറ്റും ഒക്കെ കൂടി ചേർന്ന് ഒരു സെമിനാർ നടത്തുകയുണ്ടായി. അവിടെ വെച്ചാണ് പ്രദീപ് കുമാർ, അന്ന് ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ പ്രദീപ് കുമാറിനെ ഞാൻ വീണ്ടും കാണുന്നത്. 30 വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന ഊർജ്ജസ്വലതയും ആത്മാർത്ഥതയും അദ്ദേഹം അതേപോലെ നിലനിർത്തുന്നു എന്നത് എന്നിൽ ആശ്ചര്യമുളവാക്കി. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ, അന്ന് സംസാരിച്ച കാര്യങ്ങൾ എന്നെ കൂടുതൽ ആകർഷിക്കുകയും ചെയ്തു. അദ്ദേഹം ഫോറസ്റ്റ് വാച്ചേഴ്സും ഗാർഡ്സും നേരിടുന്ന വെല്ലുവിളികളെക്കുറിച്ച്, അവരുടെ ജീവിതത്തിലെ പ്രതിസന്ധികളെക്കുറിച്ച്, നിയമം അവർക്ക് നൽകുന്ന പ്രൊട്ടക്ഷൻ ഉണ്ടെങ്കിലും അതിനപ്പുറം കടന്ന് കർത്തവ്യ നിർവഹണത്തിൽ നേരിടേണ്ടി വരുന്ന വെല്ലുവിളികളെക്കുറിച്ചെല്ലാം അന്ന് സംസാരിച്ചിരുന്നു. പിന്നീട് കഴിഞ്ഞ ദിവസം എന്നെ വിളിച്ച് ഞാനിങ്ങനെയൊരു പുസ്തകം രചിച്ചിട്ടുണ്ട്, അത് വന്ന് പ്രകാശനത്തിന് വന്നാൽ കൊള്ളാം എന്ന് പറഞ്ഞപ്പോൾ ഇത്ര ഒരു കർമ്മനിരതനായ ഒരു വ്യക്തി, ഔദ്യോഗികമായ കൃത്യനിർവഹണങ്ങളിൽ ഇത്രയധികം വ്യാപൃതനായിരിക്കുന്ന ഒരു വ്യക്തിക്ക് എങ്ങനെ ഇത്തരത്തിലൊരു പുസ്തകം രചിക്കാൻ സാധിച്ചു എന്നത് സത്യത്തിൽ എന്നെ അത്ഭുതപരതന്ത്രനാക്കി. എനിക്ക് പുസ്തകത്തിൻ്റെ അവതാരികയും അതിൻ്റെ സംക്ഷിപ്ത രൂപവുമാണ് കിട്ടിയത്. അത് വായിച്ചപ്പോൾ എനിക്ക് തോന്നിയത് 2 കാര്യങ്ങളാണ്. ഒന്ന്, ഈ കാടകങ്ങൾ നൽകുന്ന ഒരു നിശബ്ദതയുണ്ട്, അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്ന ഒരു തത്വജ്ഞാനമുണ്ട്. ഒരു പക്ഷേ അത് വളരെയധികം ഈ പുസ്തകം തയ്യാറാക്കുന്നതിൽ പ്രദീപിനെ സഹായിച്ചിട്ടുണ്ടാവാം. 2, തൻ്റെ വായനയുടെ വെളിച്ചത്തിൽ, അറിവിൻ്റെ വെളിച്ചത്തിൽ, ധ്യാനത്തിൻ്റെ വെളിച്ചത്തിൽ, ജ്ഞാനത്തിൻ്റെ പടവുകൾ കയറിയെത്തി പരമോന്നതയിൽ ചെന്നു നിൽക്കുമ്പോൾ തത്വമസി എന്ന പരമമായ സത്യം, അത് താൻ തന്നെയാണ് എന്ന സത്യം, അത് തീർച്ചയായും ഈ പുസ്തകത്തിന് പ്രചോദനമായി മാറിയിട്ടുണ്ട് എന്ന് എനിക്ക് ഉറപ്പാണ്. ഈ പുതിയ പുസ്തകം തീർച്ചയായും അതിൻ്റെ പ്രദീപ് ഇപ്പോൾ പറഞ്ഞത് 1ാമത്തെ പ്രതിയോടുകൂടി ഞാൻ നിർത്തുകയാണെന്ന്,
അങ്ങനെയല്ല. ഇത് വായിച്ചപ്പോൾ, ഇതിൻ്റെ ഈ സംക്ഷിപ്ത രൂപം വായിച്ചപ്പോൾ, ഇപ്പോൾ അത് മറിച്ചു നോക്കിയപ്പോൾ എനിക്ക് തോന്നിയത്, ഒരു ആവേശമുണ്ടായി, ഇത് വായിച്ചു തീർക്കണം, ഇതിൽ നിന്ന് കിട്ടുന്ന അറിവ് കൂടി എനിക്കുണ്ടാവണം എന്നത്. അത് തീർച്ചയായും ഈ പുസ്തകം വായിക്കുന്ന ഓരോരുത്തർക്കും ഉണ്ടാവും എന്ന് എനിക്ക് ഉറപ്പാണ്. പ്രദീപ് ഇപ്പോൾ ഇന്ന് പ്രകാശിപ്പിച്ച പുസ്തകം തീർച്ചയായും മലയാള സാഹിത്യത്തിന് ഒരു മുതൽക്കൂട്ടായി മാറും. പ്രദീപിൽ നിന്ന് കൂടുതൽ ഇത്തരം പ്രചോദനാത്മകമായ പുസ്തകങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട്, അത് ആശംസിച്ചുകൊണ്ട്, രോഹിത്തിനും പൊന്നമ്മ എന്ന ഈ പുസ്തകം ഇന്ന് പ്രകാശനം ചെയ്ത രോഹിത്തിനും എൻ്റെ ആശംസകൾ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സാർ. സാറിന് ഒരു ഗിഫ്റ്റ് കൂടി. അബാക് പബ്ലിക്കേഷൻസിൻ്റെ മറ്റൊരു പുസ്തകമാണ്, 8 വയസ്സുകാരി എഴുതിയ ഒരു ഇംഗ്ലീഷ് പുസ്തകമാണ്. തസ്മൈ ഗുരുജി, അങ്ങയുടെ കൈകൊണ്ട് തന്നെ. വി ജി അരുൺ സാറിന് ഞങ്ങളുടെ അബാക് പബ്ലിക്കേഷൻസിൻ്റെ ഒരു ചെറിയ സ്നേഹാദരവ് നൽകുന്നതിനായി പ്രദീപേട്ടനെ വിളിക്കുകയാണ്. സാർ, ഒരുപാട് തിരക്കുകൾക്കിടയിലും ഇവിടെ വന്നതിന്, ഈ വേദിയെ ധന്യമാക്കിയതിന് നന്ദി. താങ്ക് യു.